സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഷംസു പാണായി. ഞാൻ ഇപ്പോൾ ലൈവിൽ വരുന്നത് നമ്മുടെ സ്വന്തം വേടനെക്കുറിച്ച് പറയാനാണ്. തീപ്പൊരിയാണ് വേടൻ. തീപ്പൊരി. വേടൻ ഒരു പാട്ടുകാരനല്ല, മറിച്ച് വേടൻ മറ്റുള്ളവരുടെ മനസ്സിൽ തീ കോരിടുന്ന ഒരു വ്യക്തിത്വമാണ്. അതായത് പാട്ടിനപ്പുറം വേടൻ ഇന്ന് പലർക്കും, പ്രത്യേകിച്ചും സവർണ ഫാസിസ്റ്റുകൾക്ക് വളരെ താക്കീതായിട്ട് അവരുടെ ഹൃദയത്തിലേക്കാണ് അവൻ തീ കോരിടുന്നത്. അത് പലർക്കും അലർജി ഉണ്ടാക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നറിയാം. അവൻ പാട്ടിലൂടെ അത് വ്യക്തമാക്കുന്നു. ഞാൻ പറഞ്ഞത് പാട്ടല്ല, പാട്ടിലൂടെ അത് വ്യക്തമാക്കും. പിന്നെ പ്രത്യേകതയുള്ളത്, വേടൻ തന്നെ സ്വന്തം രചിച്ച് സ്വന്തം ഈണം കൊടുത്ത പാട്ടുകളാണ് പറഞ്ഞത്. മറ്റ് ഗായകരെ പോലെ മറ്റുള്ളവരെ എഴുതുന്നു, ഒരാൾ സംഗീതം കൊടുക്കുന്നു, അങ്ങനെയല്ല. സ്വന്തമായിട്ട് പാട്ട് വീട്ടിൽ നിന്ന് എഴുതി അവൻ തന്നെ അത് സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്ത് അവൻ തന്നെ അതിന് ഈണം കൊടുത്ത് അവൻ തന്നെ പാടുന്നു. ഒരുപാട് പ്രത്യേകതയുള്ള ആളാണ് വേടൻ. ചെറുപ്പം മുതലേ കറുപ്പിൻ്റെ പേരിലും അതുപോലെ താഴ്ന്ന ജാതിയുടെ പേരിലും അവൻ അവഗണിക്കപ്പെട്ടു. അങ്ങനെ അവൻ്റെ കൂട്ടുകാരെ വിളിച്ച പേരാണ് വേടൻ, വേട്ടക്കാരൻ. ആ പേര് തന്നെ അവൻ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് കേരള ജനത ഇളക്കി മറിക്കുകയാണ്. വരുന്ന വേദികളിൽ 1000 ആളുകൾക്കുള്ള സ്ഥലമാണെങ്കിൽ അവിടെ 2000 ആളുകൾക്കുള്ള സദസ്സാണെങ്കിൽ അവിടെ 4000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ സദസ്സാണെങ്കിൽ അവിടെ 8000 16,000 ആളുകളാണ് വരുന്നത്. വേടൻ ഇന്ന് അംഗീകരിച്ചു, കേരളം അംഗീകരിച്ചു, ഈ ജനങ്ങൾ അംഗീകരിച്ചു, ഇന്ത്യ അംഗീകരിച്ചു. അംഗീകരിക്കാത്ത കുറച്ച് പേരുണ്ട്. അവരൊന്നും അങ്ങനെ ഇരിക്കുള്ളൂ, അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് വേടൻ ഒരു കണ്ണിൽ കരടാണ്. പക്ഷേ വേടൻ്റെ കൂടെ ജനലക്ഷങ്ങൾ. ഹിരൺദാസ് മുരളി എന്ന നല്ല ഒരു പേര് വേടൻ ഒഴിവാക്കിക്കൊണ്ട് വേടൻ എന്ന പേര് സ്വീകരിച്ചു. അതുതന്നെയാണ് വേടൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാക്കിലൂടെ, വരകളിലൂടെ, ഗാനത്തിലൂടെ, സംഗീതത്തിലൂടെ അവൻ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു. അവൻ്റെ അമർഷം അവൻ പ്രകടിപ്പിക്കുന്നു. അത് സംഗീതത്തിലൂടെ. സംഗീത ലോകം ഇന്ന് അവൻ അംഗീകരിച്ചു കഴിഞ്ഞു. പലർക്കും വേടൻ അലർജി ആയിരിക്കാം. പക്ഷേ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വേടനെ അംഗീകരിക്കുന്നു. വേടനെപ്പോലുള്ള ആളുകൾ എന്നോ ഇവിടെ കേരളത്തിൽ പിറവിയെടുക്കേണ്ടതായിരുന്നു. ഏതായാലും നമുക്ക് സമാധാനിക്കാം. വേടൻ എന്ന യുവാവ് ഇന്ന് കേരളത്തെ ഇളക്കി മറിക്കുകയാണ്. ജനലക്ഷങ്ങൾ അവൻ്റെ കൂടെയുണ്ട്, ഞാനടക്കമുള്ള ആളുകൾ. വേടൻ കത്തിക്കയറട്ടെ. സവർണരുടെ ജാതി കോമരങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളട്ടെ. ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവരെ ജാതിയുടെ പേരിൽ തരം താഴ്ത്തുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ. അതിനുവേണ്ടി വേടൻ്റെ കൂടെ നമ്മൾ ഒന്നിച്ചാണ് നിരക്കണം. ഓക്കെ, വേടനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അതിന് സമയം അനുവദിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. വേടൻ നമ്പർ 1 ആണ്. വേടനാണ് ശരി എന്ന് ഞാൻ പറയുന്നു. വേടനെ തെറ്റു പറയാൻ ഈ കേരള ജനതയ്ക്ക്, കേരളത്തിലെ ഒരാൾക്കും കഴിയില്ല. കേരളത്തിൽ ഒരാളും ഇതിന് വളർന്നിട്ടുമില്ല. ഓക്കെ, വേടൻ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വേടൻ കത്തിക്കയറുക തന്നെ ചെയ്യും. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.